കുട്ടികൾക്കും സെനിക്സിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യം ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അനില. ഞാൻ നിങ്ങൾക്ക് ബോട്ടണി സബ്ജക്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ചെറിയ രീതിയിലൊക്കെ ഒരു ടെൻഷൻ കാണും. കാരണം നിങ്ങളുടെ +1 കടക്കുമ്പോൾ തന്നെ ഒരു ഓൺലൈൻ പഠനം. അപ്പോൾ ഒട്ടും ടെൻഷൻ വേണ്ട. നിങ്ങൾക്ക് 100% വിജയം കരസ്ഥമാക്കി തരുന്ന രീതിയിലുള്ള ഒരു ഓൺലൈൻ ക്ലാസ് തന്നെയായിരിക്കും സെനിക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. 10ാം ക്ലാസ് വരെ നിങ്ങൾ ബേസിക് സയൻസ് എന്ന സബ്ജക്റ്റിനെ 3 വിഭാഗങ്ങളാക്കിയാണ് പഠിച്ചത്. ഫിസിക്സ്, കെമിസ്ട്രി, പിന്നീട് ബയോളജി. അപ്പോൾ ഫിസിക്സിനും കെമിസ്ട്രിക്കും +1 യാതൊരുവിധ മാറ്റവുമില്ല. എന്നാൽ ബയോളജിയിലേക്ക് വരുമ്പോൾ ആ ബയോളജിയെ നിങ്ങൾ പിന്നെയും 2 സബ്ജക്റ്റുകളാക്കി പഠിക്കുന്നു. അത് ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. അതായത് ബയോളജിയുടെ കുറച്ച് ഇൻട്രൊഡക്ഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ബയോളജിയുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് ബയോളജി എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. എന്നാലും ഞാനൊന്ന് പറയുകയാണ്. ബയോളജി എന്താണ്? ബയോളജി നമുക്കറിയാം, നമ്മുടെ ഭൂമിയിൽ ലിവിങ് തിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസംസ് ഉണ്ട്, ജീവനുള്ള വസ്തുക്കൾ. അപ്പോൾ ഇത്തരത്തിൽ ജീവനുള്ള വസ്തുക്കളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രത്തിന്റെ ഒരു ശാഖയാണ് ബയോളജി. അപ്പൊ നമുക്ക് ബയോളജി എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ബയോളജി ഇസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ്. ശാസ്ത്രത്തിന്റെ ശാഖയാണ് ബയോളജി, വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ലിവിങ് തിങ്സ്. ജീവനുള്ള വസ്തുക്കളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് എന്ത്? ബയോളജി. ഓക്കെ, ഇനി ബയോളജിയുടെ ഫാദർ ആരാണ്? വാസ് ദ ഫാദർ ഓഫ് ബയോളജി? നമുക്ക് എല്ലാവർക്കും അറിയാം, അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിലാണ് ബയോളജി എന്ന സബ്ജക്റ്റിന്റെ ഫാദർ. സോ അരിസ്റ്റോട്ടിൽ വാസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ബയോളജി. ഇനി നമുക്ക് ബയോളജിയുടെ ഡിവിഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, there are 3 main branches. അതായത് ബയോളജിക്ക് 3 പ്രധാനപ്പെട്ട ശാഖകളുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ബോട്ടണി. അടുത്തത് സുവോളജി. The last one is microbiology. അപ്പോൾ ബോട്ടണി, സുവോളജി, മൈക്രോബയോളജി. ഇതിനകത്ത് നിങ്ങൾക്ക് +1 ബോട്ടണിയും സുവോളജിയുമാണ് ബയോളജി എന്ന സബ്ജക്റ്റിൽ പഠിക്കുന്നത്. അപ്പോൾ 3 മെയിൻ ബ്രാഞ്ചസ് ഉണ്ടെങ്കിലും +1 നമ്മൾ പഠിക്കുന്നത് ഏതൊക്കെയാണ്? ബോട്ടണിയും സുവോളജിയും. അപ്പൊ നമുക്ക് എന്താണ് ബോട്ടണി, എന്താണ് സുവോളജി എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം എന്താണ് ബയോളജി. നമ്മുടെ ഭൂമിയിൽ ഒരുപാട് ജീവനുള്ള വസ്തുക്കളുണ്ട്. ആ ജീവനുള്ള വസ്തുക്കളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖ അതാണ് ആര്? ബയോളജി. അപ്പോൾ ആ ജീവനുള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്ലാന്റ്സും ഉണ്ടാകാം, അനിമൽസും ഉണ്ടാകാം. അതായത് സസ്യങ്ങളും ഉണ്ടാകുന്നു, ജന്തുക്കളും വരുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോട്ടണി എന്താണെന്ന് നോക്കാം. എന്താണ് ബോട്ടണി? അപ്പൊ നമുക്ക് പറയാം, ബോട്ടണി ഇസ് ദ ബ്രാഞ്ച് ഓഫ് ബയോളജി. ബോട്ടണി എന്ന് പറയുന്നത് ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രത്തിന്റെ ഒരു ശാഖയാണ്. എന്താണ് ബോട്ടണിയിൽ പഠിക്കുന്നത്? ഇറ്റ്സ് ദ ബ്രാഞ്ച് ഓഫ് ബയോളജി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് പ്ലാന്റ്സ്. അതായത് സസ്യങ്ങളെ കുറിക്കുന്ന പഠനം. അതാണ് എന്ത്? ബോട്ടണി. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സസ്യങ്ങൾ, പ്ലാന്റ്സ്, ആ പ്ലാന്റ്സിന്റെ പലതരത്തിലുള്ള കാര്യങ്ങൾ, അതാണ് ഡിഫറെന്റ് ആസ്പെക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സസ്യങ്ങളുടെ പലതരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നു. മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഇറ്റ്സ് ദ ബ്രാഞ്ച് ഓഫ് ബയോളജി വിച്ച് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് പ്ലാന്റ്സ്. ഓക്കെ, അതാണ് എന്ത്? ബോട്ടണി. ഇനി ആരാണ് ബോട്ടണിയുടെ പിതാവ്? ഹു വാസ് ദ ഫാദർ ഓഫ് ബോട്ടണി? നമുക്ക് നോക്കാം ആരാണെന്ന്. തിയോഫ്രാസ്റ്റസ്. തിയോഫ്രാസ്റ്റസ് ആണ് ബോട്ടണിയുടെ പിതാവ്. അപ്പൊ നമ്മള് ബയോളജിയുടെ പിതാവിനെ നമുക്കറിയാം, അരിസ്റ്റോട്ടിൽ. ബയോളജിക്ക് 3 മെയിൻ ബ്രാഞ്ചസ് ഉണ്ട്: ബോട്ടണി, സുവോളജി, മൈക്രോബയോളജി. അതിൽ നമ്മൾ ബോട്ടണി എന്താണെന്ന് പഠിച്ചു. എന്താണ് ബോട്ടണി? ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ബയോളജി
which deals with the study of different aspects of plants. സസ്യങ്ങളെ കുറിക്കുന്ന പഠനം, അതാണ് എന്ത്? ബോട്ടണി. Who was the father of botany? ബോട്ടണിയുടെ പിതാവ് ആരാണ്? തിയോഫ്രാസ്റ്റസ്. തിയോഫ്രാസ്റ്റസ് ആണ് ബോട്ടണിയുടെ പിതാവ്. അടുത്തത് സുവോളജി. സുവോളജി എന്താണെന്ന് പലർക്കും അറിയായിരിക്കും, എന്നാലും പറയാം. സുവോളജി ഇസ് ദ ബ്രാഞ്ച് ഓഫ് ബയോളജി. സുവോളജിയും എന്താണ്? ബയോളജിയുടെ ഒരു ബ്രാഞ്ച് ആണ്. വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ആനിമൽസ്. അതായത് ജന്തുക്കളെ കുറിച്ച് പ്രതിപാദിക്കുന്നു, ജന്തുക്കളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ, ബയോളജിയുടെ ശാഖ, അതാണ് എന്ത്? സുവോളജി. അപ്പോ ബോട്ടണി എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലാന്റ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. സുവോളജി ആണെങ്കിലോ ആനിമൽസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പോ സുവോളജി എന്താണ്? ഇറ്റ്സ് ദ ബ്രാഞ്ച് ഓഫ് ബയോളജി. ബയോളജിയുടെ ഒരു ബ്രാഞ്ച് ആണ് എന്ത്? സുവോളജി. വിച്ച് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ആനിമൽസ്. ജന്തുക്കളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രത്തിന്റെ ശാഖ, അതാണ് എന്ത്? സുവോളജി. സുവോളജിയുടെ പിതാവ് മറ്റാരുമല്ല, ബയോളജിയുടെ പിതാവായ അരിസ്റ്റോട്ടിൽ തന്നെയാണ്. സോ അരിസ്റ്റോട്ടിൽ വാസ് ദ ഫാദർ ഓഫ് സുവോളജി. അപ്പൊ നമ്മൾ 3 കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ബയോളജി, എന്താണ് ബയോളജി? ബയോളജിയുടെ ഫാദർ ആരാണ്? ബോട്ടണി, എന്താണ് ബോട്ടണി? ബോട്ടണിയുടെ ഫാദർ. ദെൻ സുവോളജി, സുവോളജിയുടെ ഫാദർ. ദ ലാസ്റ്റ് വൺ ഈസ് മൈക്രോബയോളജി. മൈക്രോബയോളജി എന്താണ്? എന്താണ് മൈക്രോബയോളജി? ഇറ്റ്സ് ദ ബ്രാഞ്ച് ഓഫ് ബയോളജി. മൈക്രോബയോളജിയും എന്താണ്? ബയോളജിയുടെ ഒരു ശാഖയാണ്, ഒരു ബ്രാഞ്ചാണ്. അതിനകത്ത് എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? മൈക്രോ ഓർഗാനിസംസ്, സൂക്ഷ്മജീവികൾ. അപ്പോ സൂക്ഷ്മജീവികളെ കുറിച്ച് പഠിക്കുന്നു. ഇവിടെ പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കുന്നു, സസ്യങ്ങൾ. ഇവിടെ അനിമൽസിനെ കുറിച്ച് പഠിക്കുന്നു, ജന്തുക്കൾ. അപ്പോ ഇവിടെയാണെങ്കിലോ മൈക്രോ ഓർഗാനിസംസ്, അതായത് സൂക്ഷ്മജീവികൾ. ആ സൂക്ഷ്മജീവികളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രത്തിന്റെ ശാഖ, ബയോളജിയുടെ ബ്രാഞ്ചാണെന്ത്? മൈക്രോ ബയോളജി. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളൂ. ആരാണ് മൈക്രോബയോളജിയുടെ ഫാദർ? ആന്റൺ വാൻ ലിവാൻഹൂക്ക് എന്ന സയന്റിസ്റ്റ് ആണ്. ആന്റൺ വാൻ ലിവാൻഹൂക്ക് എന്ന സയന്റിസ്റ്റ് ആണ് മൈക്രോബയോളജിയുടെ ഫാദർ. കുറച്ച് ടഫ് നെയിം ആണ്, എഴുതാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നോക്കുക, ANTONIE, ആന്റണിനെ വായിക്കത്തുള്ളൂ. വാൻ, ദെൻ ലിവാൻഹൂക്ക്. അപ്പോ ബയോളജി എന്താണെന്ന് പറഞ്ഞു. എന്താണ് ബയോളജി? ബയോളജി ഇസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ്. ശാസ്ത്രത്തിന്റെ ശാഖയാണ് എന്ത്? ബയോളജി. അതിൽ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? സ്റ്റഡി അബൌട്ട് ലിവിങ് തിങ്സ്, അതായത് ജീവനുള്ള വസ്തുക്കളെ കുറിച്ച് പഠിക്കുന്നു. ജീവനുള്ള വസ്തുക്കളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ബയോളജി. ബയോളജിയുടെ പിതാവ് ആരാണ്? അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിലാണ് ബയോളജിയുടെ പിതാവ്. ദെൻ ബയോളജി നമുക്ക് 3 ഡിവിഷൻസ് ഉണ്ട് പ്രധാനമായിട്ടും. ബോട്ടണി, സുവോളജി, മൈക്രോബയോളജി. ബോട്ടണി പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കുന്നു, സുവോളജിയിൽ അനിമൽസിനെ കുറിച്ച് പഠിക്കുന്നു, മൈക്രോബയോളജിയിൽ മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ച് പഠിക്കുന്നു. ഓക്കെ, ഇദ്ദേഹമാണ് തിയോഫ്രാസ്റ്റസ്, അതായത് ബോട്ടണിയുടെ പിതാവ് തിയോഫ്രാസ്റ്റസ്. ഇതാരാണ്? ആന്റൺ വാൻ ലിവാൻഹൂക്ക്, അതായത് മൈക്രോബയോളജിയുടെ ഫാദർ. ആന്റൺ വാൻ ലിവാൻഹൂക്ക് ആണ് ഇദ്ദേഹം, മൈക്രോബയോളജിയുടെ ഫാദർ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് കിടക്കാം. നിങ്ങൾക്ക് പ്രധാനമായിട്ടും ബോട്ടണിയിൽ 11 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. 11 ചാപ്റ്റേഴ്സ്. അതിലെ ആദ്യ ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നതാണ്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഒരു കാര്യം ശ്രദ്ധിക്കുക, ബയോളജി എന്ന ടെക്സ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതിൽ ബോട്ടണിയും സുവോളജിയും മിക്സ് ആയിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബയോളജി എന്ന ടെക്സ്റ്റിലെ ആദ്യത്തെ ചാപ്റ്റർ ദ ലിവിംഗ് വേൾഡ് ആണ്, അത് സുവോളജിയാണ്.
രണ്ടാമത്തെ ചാപ്റ്റർ ആയ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് ബോട്ടണിയുടെ ആദ്യ ചാപ്റ്റർ. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. എന്താണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ? ക്ലാസിഫിക്കേഷൻ എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. വർഗീകരണം, അതായത് കുറച്ച് പേരെ കുറച്ച് ഫീച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വർഗീകരിച്ചു വെക്കുന്നു, ക്ലാസിഫൈ ചെയ്ത് വയ്ക്കുന്നു. അതേ ആശയം തന്നെയാണ് ഈ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലും. അതായത് ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ ജീവജാലങ്ങളെ ശാസ്ത്രീയമായി അല്ലെങ്കിൽ സയന്റിഫിക്കലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, വർഗീകരിക്കുന്നു. അപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഒരു നിർവചനം, ഒരു ഡെഫിനിഷൻ എന്താണ് നമുക്ക് നോക്കാം. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഈസ് ദ സയന്റിഫിക് ഓർഡറിംഗ് ഓഫ് ഓർഗാനിസംസ്. അതായത് ജീവജാലങ്ങളെ ശാസ്ത്രീയമായി തരംതിരിക്കുന്നു അല്ലെങ്കിൽ വർഗീകരിക്കുന്നു. അത് പല ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പോ ഒരു പ്ലാന്റ്, ആ പ്ലാന്റിന് ഒരു മോർഫോളജി കാണും. എന്താ ഈ മോർഫോളജി? മോർഫോളജി നിങ്ങൾ ഇനി അടുത്തടുത്ത ചാപ്റ്റേഴ്സിൽ പഠിക്കും. മോർഫോളജി എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു ഓർഗാനിസം അതിന്റെ പുറമേ കാണുന്ന ഫോംസ്, അതായത് എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ്, പുറമേ കാണുന്ന ക്യാരക്ടേഴ്സ്, അതാണ് അതിന്റെ മോർഫോളജി ആയിട്ട് കണക്കാക്കുന്നത്. ഇനി അനാട്ടമി ഉണ്ട്, അതായത് ഇന്റേണൽ ക്യാരക്ടേഴ്സ്, അകത്ത് ഉള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതാണ് അനാട്ടമി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഓർഗാനിസംസ് അല്ലെങ്കിൽ ജീവജാലങ്ങളെ ഒരുപാട് ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരുപാട് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ അവയെ സയന്റിഫിക്കലായിട്ട് അല്ലെങ്കിൽ ശാസ്ത്രീയമായി എന്ത് ചെയ്യുന്നു? ഓർഡർ ചെയ്യുന്നു, വർഗീകരിക്കുന്നു. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, എന്താണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഈസ് ദ സയന്റിഫിക് ഓർഡറിംഗ് ഓഫ് ഓർഗാനിസംസ്. ശാസ്ത്രീയമായി വർഗീകരിക്കുന്നു, ബേസ്ഡ് ഓൺ ദെയർ റിലേഷൻഷിപ്സ്, അവരുടെ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരെ ശാസ്ത്രീയമായി വർഗീകരിക്കുന്നു. അപ്പോൾ ആ റിലേഷൻഷിപ്സ് പല രീതിയിലാകാം. മോർഫോളജിക്കൽ ആകാം, അവരുടെ എവല്യൂഷണറി ക്യാരക്ടേഴ്സ്, അവർ ആരിൽ നിന്നാണ് ഉണ്ടായത്, അവരുടെ പരിണാമം. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടം ഓർഗാനിസത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ ഓർഗാനിസത്തിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ശാസ്ത്രീയമായിട്ട് വർഗീകരിക്കുന്നു. ആ രീതിയെ വിളിക്കുന്ന പേരാണെന്ത്? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ടും പഠിക്കുന്നത് ഈ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ തന്നെയാണ്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങളെ ആദ്യമായി വർഗീകരിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു സയന്റിസ്റ്റായ അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ, നമുക്കറിയാം അരിസ്റ്റോട്ടിൽ എന്താണ്? ബയോളജിയുടെ ഫാദറാണ് അരിസ്റ്റോട്ടിൽ, സുവോളജിയുടെ ഫാദറാണ് ആര്? അരിസ്റ്റോട്ടിൽ. അപ്പോ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആദ്യമായിട്ട് നടത്തിയത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്ലാസിഫിക്കേഷനെ അരിസ്റ്റോട്ടിൽസ് ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കാം. അരിസ്റ്റോട്ടിൽസ് ക്ലാസിഫിക്കേഷൻ, അരിസ്റ്റോട്ടിലിന്റെ ക്ലാസിഫിക്കേഷൻ. അരിസ്റ്റോട്ടിൽ നമ്മുടെ ഈ ഭൂമിയിലുള്ള ഓർഗാനിസത്തിനെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തിരിച്ചത്. അതായത് നമ്മുടെ ഈ ഭൂമിയിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. ആ ജീവജാലങ്ങളെ അരിസ്റ്റോട്ടിൽ എത്രയായിട്ട് തിരിച്ചു? രണ്ടായി തിരിച്ചു. ഏതൊക്കെയാണെന്ന് നോക്കാം. പ്ലാന്റ്സ്, നമുക്കറിയാം സസ്യങ്ങൾ. ദെൻ ആനിമൽസ്, ജന്തുക്കൾ. അപ്പോ അരിസ്റ്റോട്ടിൽസ് ക്ലാസിഫിക്കേഷനിൽ അല്ലെങ്കിൽ അരിസ്റ്റോട്ടിൽ ഓർഗാനിസത്തിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചു. ഏതൊക്കെയാണ്? പ്ലാന്റ്സ് എന്നും ആനിമൽസ് എന്നും. പ്ലാന്റ്സ് എന്നും ആനിമൽസ് എന്നും രണ്ടായി തിരിച്ചു. ഇനി ഈ പ്ലാന്റ്സിലെ തന്നെ, അതായത് ഈ സസ്യങ്ങളെ തന്നെ അദ്ദേഹം പിന്നെയും മൂന്നായി തരംതിരിച്ചു. ഒന്നുകൂടെ മനസ്സിലാക്കി പറയാം. അരിസ്റ്റോട്ടിൽസ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ അരിസ്റ്റോട്ടിലിന്റെ ക്ലാസിഫിക്കേഷൻ, അദ്ദേഹമാണ് ആദ്യമായി ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ നടത്തിയത്. അരിസ്റ്റോട്ടിൽ ഓർഗാനിസത്തിനെ പ്രധാനമായും രണ്ടായി തിരിച്ചു. ഏതൊക്കെയാണ്? പ്ലാന്റ്സും ആനിമൽസും. അതിലെ പ്ലാന്റ്സിനെ തന്നെ അദ്ദേഹം പിന്നെയും എത്രയായി തിരിച്ചു എന്ന് ഞാൻ പറഞ്ഞു? മൂന്നായി തിരിച്ചു. ആ മൂന്നെണ്ണം ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്
herbs. Herbs. The second one, shrubs. Herbs, shrubs. The last one, trees. ശ്രദ്ധിച്ചിരിക്കുക, അരിസ്റ്റോട്ടിൽസ് ക്ലാസിഫിക്കേഷൻ ആണ് പഠിക്കുന്നത്. അരിസ്റ്റോട്ടിൽ ഓർഗാനിസത്തിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചു, പ്ലാന്റ്സ് എന്നും ആനിമൽസ് എന്നും. പ്ലാന്റ്സിനെ അദ്ദേഹം പിന്നെയും മൂന്നായിട്ട് തിരിച്ചു. ഏതൊക്കെയാണ്? ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ്. ഹെർബ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, പുൽച്ചെടികളൊക്കെ ഇല്ല നമ്മൾ തറയിൽ തന്നെ പറ്റി പിടിച്ചിങ്ങനെ വളരുന്നത്, ഹെർബ്സ്. പിന്നെ കുറച്ചും കൂടെ പൊക്കം, അതായത് കുറ്റിച്ചെടികൾ, അതാണ് ഷ്രബ്സ്. ഏറ്റവും ഉയരം കൂടിയതാണ് ആര്? ട്രീസ്. അപ്പോൾ ആ സൈസിന്റെ ബേസിൽ ഓർത്ത് നോക്കുക, ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ്, അങ്ങനെ ഓർത്ത് നോക്കുക. അപ്പോ അരിസ്റ്റോട്ടിൽ പ്ലാന്റ്സിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ്? ഹെർബ്സ്, ഷ്രബ്സ് ആൻഡ് ട്രീസ്. ഇനി ആരുണ്ട്? അനിമൽസ് ഉണ്ട് അല്ലേ, ജന്തുക്കളുണ്ട്. അനിമൽസിനെ അദ്ദേഹം രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. അനിമൽസിനെ അദ്ദേഹം രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്ന്, റെഡ് ബ്ലഡഡ് അനിമൽസ്, ചുവന്ന രക്തമുള്ള അനിമൽസ്. അപ്പൊ രണ്ടാമത്തെ എന്തായിരിക്കും? നോൺ റെഡ് ബ്ലഡഡ്. നോൺ റെഡ് ബ്ലഡഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ചുവന്ന രക്തം ഇല്ലാത്തവ. അപ്പോ അനിമൽസിനെ അരിസ്റ്റോട്ടിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, റെഡ് ബ്ലഡഡ് അനിമൽസ് എന്നും നോൺ റെഡ് ബ്ലഡഡ് അനിമൽസ് എന്നും. അതായത് ചുവന്ന രക്തമുള്ള അനിമൽസും ചുവന്ന രക്തം ഇല്ലാത്ത അനിമൽസും. അപ്പോ അരിസ്റ്റോട്ടിൽസ് ക്ലാസിഫിക്കേഷൻ ആണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ ഏറ്റവും ഏർലിയസ്റ്റ് ക്ലാസിഫിക്കേഷൻ, അതായത് ഏറ്റവും പുരാതനമായ ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ ആദ്യം കണ്ടെത്തിയ ക്ലാസിഫിക്കേഷൻ ആരുടേതാണ്? അരിസ്റ്റോട്ടിലിന്റേതാണ്. സോ നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കുന്നു? അരിസ്റ്റോട്ടിൽസ് ക്ലാസിഫിക്കേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇനി അരിസ്റ്റോട്ടിൽ എന്ത് ചെയ്തു? ഓർഗാനിസത്തിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചു. ഏതൊക്കെയാണ്? പ്ലാന്റ്സും ആനിമൽസും. അതായത് നമുക്കറിയാം സസ്യങ്ങളും ജന്തുക്കളും. പിന്നെ പ്ലാന്റ്സിനെ പിന്നെയും അദ്ദേഹം മൂന്നായിട്ട് തിരിച്ചു. ഹെർബ്സ് എന്താണ്? പുൽച്ചെടികൾ, ഷ്രബ്സ് കുറ്റിച്ചെടികൾ, ട്രീസ് മരങ്ങൾ. സൈസിന്റെ അടിസ്ഥാനത്തിൽ നോക്കുക. അടുത്തത് അനിമൽസ്, ജന്തുക്കൾ. ജന്തുക്കളെ അദ്ദേഹം രണ്ടായിട്ട് തിരിച്ചു. റെഡ് ബ്ലഡഡ് അനിമൽസ്, ചുവന്ന രക്തമുള്ള അനിമൽസ്. നോൺ റെഡ് ബ്ലഡഡ്, അതായത് ചുവന്ന രക്തം ഇല്ലാത്ത അനിമൽസ്. ഓക്കെ, അപ്പൊ നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആയിരുന്ന അരിസ്റ്റോട്ടിൽസ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു അരിസ്റ്റോട്ടിൽസ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത്? ഓർഗാനിസം രണ്ടായിട്ട് വരുന്നുണ്ട്, പ്ലാന്റ്സും അനിമൽസും. ആ പ്ലാന്റ്സിനെ തന്നെ പിന്നെയും അദ്ദേഹം മൂന്നായി തിരിച്ചു, ഹെർബ്സ്, ഷ്രബ്സ് ആൻഡ് ട്രീസ്. ദെൻ അനിമൽസിനെ പിന്നെ അദ്ദേഹം രണ്ടായിട്ട് തിരിച്ചു. ഏതൊക്കെയായിരുന്നു? റെഡ് ബ്ലഡഡ് അനിമൽസും നോൺ റെഡ് ബ്ലഡഡും. അടുത്ത ക്ലാസിഫിക്കേഷൻ അതാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഫസ്റ്റ് വൺ അരിസ്റ്റോട്ടിൽസ് ക്ലാസിഫിക്കേഷൻ, അതാരാണ്? അരിസ്റ്റോട്ടിലിൻ്റെതാണ്. അടുത്തതാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ്ഡ് ബൈ കോൾ ലിനേയസ്. അപ്പോ കോൾ ലിനേയസ് എന്ന സയന്റിസ്റ്റ് ആണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. ടു കിങ്ഡം, രണ്ട് കിങ്ഡംസ് എന്നാണ് അർത്ഥം. അപ്പോ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ വാസ് പ്രപ്പോസ്ഡ് ബൈ കോൾ ലിനേയസ്. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ടു കിങ്ഡം classification. Two kingdom classification. അപ്പോ two kingdom classification was proposed by Carl Linnaeus. Carl Linnaeus ആണ് two kingdom classification propose ചെയ്തത്. ഈ Carl Linnaeus ഇതിനകത്ത് ചെയ്തത് ഓർഗാനിസത്തിനെ രണ്ട് കിങ്ഡംസ് ആക്കി തിരിച്ചു. രണ്ട് കിങ്ഡംസ്, ടു കിങ്ഡംസ്, അതാണ് ആ പേര്, ടു കിങ്ഡം. ആ രണ്ട് കിങ്ഡംസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ കിങ്ഡം പ്ലാന്റേ, കിങ്ഡം പ്ലാന്റേ. സെക്കൻഡ് വൺ കിങ്ഡം അനിമേലിയ, കിങ്ഡം അനിമേലിയ, കിങ്ഡം അനിമേലിയ. ഓക്കെ, അപ്പോ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ വാസ് പ്രപ്പോസ്ഡ് ബൈ കോൾ ലിനേയസ്. അരിസ്റ്റോട്ടിലിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു.
അടുത്തതായിട്ട് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് വാസ് പ്രപ്പോസ്ഡ് ബൈ കോൾ ലിനേയസ്. അപ്പൊ കോൾ ലിനേയസ് ഓർഗാനിസത്തിനെ 2 കിങ്ഡംസ് ആക്കിയാണ് തിരിച്ചത്. കിങ്ഡം പ്ലാന്റേ എന്നും കിങ്ഡം അനിമേലിയ എന്നും. കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമേലിയ. അതായത് പ്ലാന്റ്സിനെ ഒരു വിഭാഗമാക്കിയും അനിമൽസിനെ മറ്റൊരു വിഭാഗമാക്കിയുമാണ് ആര് വർഗീകരിച്ചത്? കോൾ ലിനേയസ് വർഗീകരിച്ചത്. പക്ഷെ ഇതിന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ടായിരുന്നു, അതായത് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. ഡ്രോബാക്സ് എന്ന് വെച്ചാൽ പരിമിതികൾ. ഏതിലാണ്? ഈ ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ. ആ പരിമിതികൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഡ്രോബാക്സ് ഓഫ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ? പോയിന്റ് വൈസ് ആയിട്ട് വേണം പഠിക്കാനായിട്ട്. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഡസ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. ഏതിന്റെ പരിമിതികളാണ് നമ്മൾ പറയുന്നത്? ടു കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ പരിമിതികൾ അല്ലെങ്കിൽ പോരായ്മകൾ എന്തൊക്കെയായിരുന്നു? ഇറ്റ് ഡസ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. പ്രോകാരിയോട്ട് എന്താണെന്നും യൂകാരിയോട്ട് എന്താണെന്നും ഉള്ളത് നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. എന്താണ് പ്രോകാരിയോട്സ്? വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ലാത്ത, അതായത് മർമ്മം കാണപ്പെടാത്ത ജീവികൾ, അവരാണ് ആര്? പ്രോകാരിയോട്സ്. ഓക്കെ, അപ്പോൾ യൂകാരിയോട്സ് എന്തായിരിക്കും? വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉള്ളവരാണ്, അതായത് വ്യക്തമായ മർമ്മം കാണപ്പെടുന്നവരാണ് ആര്? യൂകാരിയോട്സ്. നമ്മൾ വരുന്നത് ഏത് വിഭാഗത്തിലാണ്? യൂകാരിയോട്സിലാണ് അല്ലേ? യൂകാരിയോട്സിലാണ് നമ്മൾ ഹ്യൂമൻ ബീങ്സ് ഒക്കെ ഉൾപ്പെടുന്നത്. പക്ഷേ ഈ ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ, കോൾ ലിനേയസ് പ്രപ്പോസ് ചെയ്ത ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഓർഗാനിസത്തിനെ പ്രോകാരിയോട്ട് എന്നോ യൂകാരിയോട്ട് എന്നോ ഒന്നും തിരിച്ചിട്ടില്ലായിരുന്നു. അതാണ് ഇറ്റ് ഡസ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ, വേർതിരിച്ചിട്ടില്ല. ആരെയൊക്കെ വേർതിരിച്ചിട്ടില്ല? എങ്ങനെ വേർതിരിച്ചിട്ടില്ല? പ്രോകാരിയോട്സ് എന്നും യൂകാരിയോട്സ് എന്നും ഓർഗാനിസത്തിനെ വേർതിരിച്ചിട്ടില്ലായിരുന്നു. ഏതിലാണ്? ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ. അപ്പോ അതൊരു എന്താണ്? ഡ്രോബാക്ക് ആണ്, ഒരു പോരായ്മയാണ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇറ്റ് ഡസ് നോട്ട്, ഇത് ചെയ്തില്ല. എന്ത് ചെയ്തില്ല? ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. അതുപോലെ തന്നെയാണ് അടുത്ത പോയിന്റും വരുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ. എന്താണ് യൂണിസെല്ലുലാർ അല്ലെങ്കിൽ ഏകകോശ ജീവികൾ? മൾട്ടി സെല്ലുലാർ ആകുമ്പോൾ ബഹുകോശ ജീവികൾ. അതായത് ഒരൊറ്റ സെല്ല് മാത്രം കാണപ്പെടുന്നു അല്ലെങ്കിൽ ഒരൊറ്റ കോശം മാത്രം കാണപ്പെടുന്ന ജീവികളാണ് ആര്? യൂണിസെല്ലുലാർ അല്ലെങ്കിൽ ഏകകോശ ജീവികൾ. അപ്പോൾ ഒന്നിലധികം സെല്ലുകൾ വരുന്നവരാണ് ആര്? മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് അല്ലെങ്കിൽ ബഹുകോശ ജീവികൾ. അപ്പോൾ ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ അങ്ങനെയും ഒരു വേർതിരിവ് ഉണ്ടായിരുന്നില്ല. അതായത് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്നും മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്നും ഉള്ള വേർതിരിവ് ഏതിലുണ്ടായിരുന്നില്ല? ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഇറ്റ് ഡസ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. സെക്കൻഡ് പോയിന്റോ, ഇറ്റ് ഡസ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ. അടുത്തത്, ഇറ്റ് ഡസ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഫോട്ടോസിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക്. എന്താണ് ഈ ഫോട്ടോസിന്തറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത്? സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്നു. അതാണ് നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളൊക്കെ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്നവർ ഫോട്ടോസിന്തറ്റിക് എന്ന വിഭാഗത്തിൽ വരും. പ്രിപ്പയർ ചെയ്യാൻ കഴിയാത്തവർ, അതായത് ഫുഡ് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയാത്തവർ ഏതിൽ വരും? നോൺ ഫോട്ടോസിന്തറ്റിക്കിലും വരും. അപ്പോൾ അങ്ങനെയും ഒരു വേർതിരിവ് ഏതിൽ ഉണ്ടായിരുന്നില്ല? ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പഠിക്കാൻ എളുപ്പമാണ്. ഇറ്റ് ഡസ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. It does not distinguish between unicellular and multicellular. It does not distinguish between photosynthetic and non-photosynthetic. ഇനി 2 പോയിന്റും കൂടെ ഉള്ളൂ. അതായത് ഈ ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിലേക്ക് ബാക്ടീരിയ, ഫംഗസ്, ബ്ലൂ ഗ്രീൻ ആൽഗെ, ഈ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഇനി അങ്ങോട്ട് പഠിക്കും. അപ്പോൾ ബാക്ടീരിയ, ഫംജൈ അല്ലെങ്കിൽ ഫംഗസ്, ബ്ലൂ ഗ്രീൻ ആൽഗെ തുടങ്ങിയ ഓർഗാനിസത്തിനെ എല്ലാവരെയും കൂടെ ഏത് കിങ്ഡത്തിലേക്ക് ഉൾപ്പെടുത്തി? കിങ്ഡം പ്ലാന്റേയിൽ ഉൾപ്പെടുത്തി. പക്ഷെ അവർ പ്ലാന്റ്സ് അല്ല. ഓക്കെ, സോ ഇൻക്ലൂഡഡ് ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ ആൻഡ് ഫംജൈ ഇൻ കിങ്ഡം പ്ലാന്റേ ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദെയർ സെൽ വാൾ. എന്താ സെൽ വാൾ? കോശഭിത്തി അല്ലെ. സെൽ വാൾ
ഏതിൽ മാത്രമേ കാണുന്നുള്ളൂ? പ്ലാന്റ്സിൽ മാത്രമേ കാണുന്നുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൽ വാൾ അല്ലെങ്കിൽ കോശഭിത്തി പ്ലാന്റ്സിൽ മാത്രമേ കാണുകയുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫാക്ടിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ, ഫഞ്ചൈ തുടങ്ങിയവയെ ഏത് കിങ്ഡത്തിലേക്ക് ഉൾപ്പെടുത്തി? കിങ്ഡം പ്ലാന്റേയിൽ ഉൾപ്പെടുത്തി. പക്ഷെ അതെന്തായിരുന്നു? അതൊരു തെറ്റായിരുന്നു. ഓക്കെ, അപ്പൊ 4 ഡ്രോബാക്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ ഏതായിരുന്നു? ഇറ്റ് ഡസ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രോക്യാരിയോട്സ് ആൻഡ് യൂക്യാരിയോട്സ്. പ്രോക്യാരിയോട്ടുകൾ എന്നും യൂക്യാരിയോട്ടുകൾ എന്നും ഉള്ള വേർതിരിവ് എവിടെ ഉണ്ടായിരുന്നില്ല? 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല. Then it does not distinguish between unicellular and multicellular. അതായത് ഏകകോശ ജീവികൾ എന്നും ബഹുകോശ ജീവികൾ എന്നും ഉള്ള വേർതിരിവ് ഏതിലുണ്ടായിരുന്നില്ല? 2 കിങ്ഡത്തിൽ ഉണ്ടായിരുന്നില്ല. Then it does not distinguish between photosynthetic and non-photosynthetic. അതായത് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്നവരും പ്രിപ്പയർ ചെയ്യാൻ കഴിയാത്തവരും അങ്ങനെയും ഒരു വേർതിരിവ് എവിടെ ഉണ്ടായിരുന്നില്ല? 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ, ഫഞ്ചൈ തുടങ്ങിയവയെ ഏത് കിങ്ഡത്തിലേക്ക് ഉൾപ്പെടുത്തി? കിങ്ഡം പ്ലാന്റേയിലേക്ക് ഉൾപ്പെടുത്തി. ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദെയർ സെൽ വാൾ. കോശഭിത്തി ഉണ്ട് അല്ലെങ്കിൽ കോശഭിത്തിയുടെ പ്രസൻസ് ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ, അതുപോലെ തന്നെ ഫഞ്ചൈ തുടങ്ങിയവയെ കിങ്ഡം പ്ലാന്റേയിലേക്ക് ഉൾപ്പെടുത്തി. ഒരു ഡ്രോബാക്കും കൂടെയുണ്ട്. മെജോറിറ്റി ഓഫ് ഓർഗാനിസംസ് അണ്ടർഗോ നെയ്തർ കിങ്ഡംസ്. അതായത് ഒരു കിങ്ഡത്തിലും, അതായത് ഈ കിങ്ഡം പ്ലാന്റേയിലും കിങ്ഡം അനിമേലിയയിലും ഉൾപ്പെടാത്ത പിന്നെയും അനേകം ജീവജാലങ്ങൾ എവിടെ ഉണ്ടായിരുന്നു? നമ്മുടെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതും എന്താണ്? 2 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ പോരായ്മകളാണ്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും എത്ര പോരായ്മകൾ ഉണ്ടെന്ന് ഓർത്തു നോക്കുക. പോയിന്റ് വൈസ് ആയിട്ട് പഠിക്കുക. ഇറ്റ് ഡസ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രോക്യാരിയോട്സ് ആൻഡ് യൂക്യാരിയോട്സ്. അതുപോലെ തന്നെയാണ് യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടിസെല്ലുലാർ, ഫോട്ടോസിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക്. ദെൻ 4ാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഇൻക്ലൂഡഡ് ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ, ഫഞ്ചൈ ഇൻ കിങ്ഡം പ്ലാന്റേ ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദെയർ സെൽ വാൾ. സെൽ വാൾ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരെയൊക്കെ കിങ്ഡം പ്ലാന്റേയിൽ ഉൾപ്പെടുത്തി. ലാസ്റ്റ് പോയിന്റ് എന്താണ്? മെജോറിറ്റി ഓഫ് ഓർഗാനിസംസ് ഡിഡ് നോട്ട് ഫാൾ ഇൻ ടു എയ്തർ കാറ്റഗറീസ്. അതായത് ഒരുപാട് ഓർഗാനിസംസ് ഇത് ഒന്നിലും പെടാതെ, അതായത് കിങ്ഡം പ്ലാന്റേയിലും ഉൾപ്പെടുന്നില്ല, കിങ്ഡം അനിമേലിയയിലും ഉൾപ്പെടുത്താൻ കഴിയാത്ത ഒരുപാട് ഓർഗാനിസംസും വേറെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഓർത്തു വെക്കുക, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വാസ് പ്രൊപ്പോസ്ഡ് ബൈ കോൾ ലിനേയസ്. കോൾ ലിനേയസ് ആണ് ഇത് പ്രൊപ്പോസ് ചെയ്തത്. 2 കിങ്ഡംസ് ഉണ്ട്, കിങ്ഡം പ്ലാന്റേ എന്നും കിങ്ഡം അനിമേലിയ എന്നും. ഓക്കെ, അപ്പോൾ അതിന്റെ ഡ്രോബാക്സും നല്ല രീതിയിൽ പഠിക്കുക.